മാസ്റ്റർ വെബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് ഈ ലോകം മൊത്തം കാണുക എന്നുള്ളത്. അപ്പോൾ ഈ ലോകം മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പൈസ കൊടുത്തിട്ട് നമുക്ക് ഈ ലോകം മൊത്തം കാണാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്കൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഭൂമിയുടെ ഏറ്റവും മുകളിൽ നിന്ന് തന്നെ ഏറ്റവും താഴേക്ക് അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്തിന്റെ സ്കൂളുകള്, നമ്മുടെ റോഡുകള്, എല്ലാ പരിസരവും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുന്നത്. നമുക്ക് പല രാജ്യങ്ങളും നമുക്ക് കാണാനും അവിടെ പോകാനും ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് അവിടെ പോകാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ റോഡുകൾ എന്നെല്ലാം. നമുക്ക് കുവൈത്തിൽ പോകണോ, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് യൂറോപ്യൻ കൺട്രീസ്, അർജന്റീന, ബ്രസീൽ, ഇങ്ങനെയുള്ള ഏത് രാജ്യത്തേക്കും നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാതെ, അങ്ങോട്ട് പോവാതെ തന്നെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയും ആ ഒരു ഏരിയയിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള എല്ലാം കാണുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഗൂഗിൾ എർത്ത് എന്നടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനിൽ നമുക്ക് 4.4 ആണ് ഇതിൻ്റെ ഇതും റിവ്യൂസും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആപ്ലിക്കേഷനാണ്. അതേപോലെ 500 മില്യൺ ആൾക്കാരോട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓപ്പൺ എന്ന് വരും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഓപ്പൺ എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മാപ്പിൻ്റെ ആ ഒരു വടക്ക് നോക്കി യന്ത്രം ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴത്ത് ഒരു മനുഷ്യൻ്റെ ചിഹ്നം കാണിക്കും. അതിൻ്റെ അടിയിൽ ഒരു നമ്മളെ GPS ലൊക്കേഷൻ്റെ ചിഹ്നവും കാണിക്കും. അതിലാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ GPS ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ അന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എവിടെയാണോ സ്പോട്ട്, ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ്റെ ഏരിയകൾ മൊത്തമായിട്ട് നമുക്കിതിൽ കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് സൂം ഇന്നും ചെയ്യാം, നമുക്ക് സൂം ഔട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സൂം ഇന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഭൂമിയുടെ ഏറ്റവും മേലെ പ്രതലത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും താഴത്തേക്ക് കാണാം. അപ്പോൾ ഞാൻ സൂം ഇന്ന് ചെയ്യാണ്, എന്നിട്ട് നമുക്ക് ഔട്ട് ചെയ്യാം. അത് സൂം ഇൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഏറ്റവും മേലെ ടോപ്പിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഏത് രാജ്യത്തേക്കാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിലാണ് നമുക്ക് അവിടെയുള്ള വ്യൂ കാണേണ്ടത് വെച്ചാൽ ആ ഒരു ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഏരിയേൻ്റെ വ്യൂ നമുക്ക് ഇങ്ങനെ സൂം ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഏരിയ മൊത്തമായിട്ട് നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ഏരിയ, നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ഇതിൽ നമ്മളെ സ്വന്തം ലൊക്കേഷനാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. ആ ഒരു ഏരിയയിലുള്ള റോഡുകൾ, അതേപോലത്തെ ആ ഏരിയയിലുള്ള സ്കൂളുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനതിൽ മൂന്നാമത്തെ ഈ മനുഷ്യ ചിഹ്നത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ലൊക്കേഷൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ നിൽക്കുമ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ആ ഒരു ഭൂമിയിലേക്ക് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് അതിങ്ങനെ പോയിട്ട് അവിടെ എത്തും, നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ആ ലൊക്കേഷനിൽ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ആ ഒരു കറക്റ്റ് സ്പോട്ട്, ആ സ്പോട്ട് നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കാൻ പറ്റും. അതിനകത്ത് ആ ഏരിയയിൽ മൊത്തമായിട്ട് നമുക്ക് ആ ഒരു ഏരിയത്തെ ലൊക്കേഷനുകൾ കൃത്യമായിട്ട് നമുക്കിതിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റോഡും കാര്യങ്ങളും ആ ഒരു ഏരിയൻ്റെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ നിൽക്കുന്ന ഏരിയ ഈ ഒരു ബ്ലൂ ടിക്ക് കാണുന്ന ആ ഒരു ഏരിയയിലാണ് ഞാനുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ ഏരിയയിലുള്ള മറ്റ് റോഡുകളും, അതേപോലെ ക്ഷേത്രം, അതുപോലെ പള്ളി, ഇതെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. അതിനകത്ത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഏരിയക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലം അടിച്ച് ആ സ്ഥലത്തിൻ്റെ തൊട്ടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും അതുപോലെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും.
ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ കാലിക്കറ്റ് ബീച്ച് ഒന്ന് അടിക്കാൻ പോവാണ്. കാലിക്കറ്റ് വ്യൂ പോയിന്റ് ബീച്ച്. കാലിക്കറ്റ് ആ ബീച്ചിൻ്റെ കറക്റ്റ് സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡ് നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കാണിക്കുന്ന കാലിക്കറ്റ് ബീച്ചിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിലെ കറക്റ്റ് ആ ഒരു ഏരിയൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഐശ്വര്യത്തിൻ്റെ കടക്ക് അവിടെ കാണുന്നുണ്ട്. അതേപോലെ ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലെ എല്ലാ പിക്കും ഇതിനകത്ത് നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ ഒരു ഏരിയയിൽ ആരെങ്കിലും ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് നമ്മൾ അവിടുത്തെ ആ ഒരു വ്യൂ HD ക്ലാരിറ്റിയിൽ നമുക്കത് കാണാൻ പറ്റും. ആരെങ്കിലും ആ ബീച്ച് സൈഡോടെ ഇതവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതാണ്. ആ ഒരു ഏരിയൻ്റെ ഏത് ഏരിയ ആണോ നമുക്ക് എടുക്കേണ്ട ആ ഒരു ഏരിയൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ആരെങ്കിലും ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിലുള്ള ഫുള്ളായിട്ടുള്ള ഫോട്ടോ നമുക്ക് ആ ഒരു ഏരിയൻ്റെ ഫുൾ HD ക്ലാരിറ്റിയിൽ നമുക്കങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ആരെങ്കിലും ലൊക്കേഷൻ ഓൺ ആക്കി കിടക്കുന്ന ലൈവ് ലൊക്കേഷനിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഇതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെ ബീച്ചിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ താഴെയുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ, അതായത് ഈ മനുഷ്യചിഹ്നം കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ലൊക്കേഷൻ ഓൺ ആയി കിടക്കുന്നുണ്ട്. ഈ പുള്ളികളൊക്കെ കാണുന്നതാണ് ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടത്. അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ ഭാഗത്ത് ഒരാളെ ലൊക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ലൈവായിട്ട് ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ഈ ആൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ആളെ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ സൈഡിൽ നോക്കി നിൽക്കുന്ന ഉള്ള ആൾക്കാരൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. ബീച്ച് സൈഡിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ലൈവായിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതിൽ നമുക്ക് സൂം ചെയ്താൽ ഈ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. വേറൊരു സ്ഥലം ഇതിനകത്ത് സെർച്ച് ചെയ്യുകയാണ്. നമ്മളുടെ പല ആൾക്കാരുടെയും ഡ്രീം, എൻ്റെ അടക്കം പല ആൾക്കാരുടെയും ഡ്രീമാണ് മണാലി എന്ന സ്ഥലം, ഹിമാചൽ പ്രദേശിലെ മണാലി എന്ന സ്ഥലം ഒന്ന് കാണാൻ. അപ്പം ഈ മണാലിയിൽ നിന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. ആ ഒരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോയി നോക്കാം. പൈസ കൊടുക്കാതെ മണാലി പോയി വരിക നമ്മൾ. അപ്പോൾ ഈ മണാലിയിലുള്ള എല്ലാ ഏരിയകളും ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം. ആ ഒരു ഏരിയൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഇതുണ്ടോ, അവിടെയുള്ള നാഷണൽ പാർക്ക് അങ്ങനെയുള്ള അവിടെ തൊട്ട് താഴെ നമുക്ക് അവിടുത്തെ എല്ലാ വ്യൂവും കാണുന്ന ഓരോ ഇമേജസും കാര്യങ്ങളും നമുക്കവിടെ താഴെ കാണാൻ പറ്റും. അവിടെ മെയിനായിട്ടുള്ള പ്ലേസുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഓരോ പിക്ക് ഇങ്ങനെ മാറി മാറി ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിക്കുള്ള ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ ഇതേ ക്വാളിറ്റി HDയിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് ആരെങ്കിലും ലൈവിൽ ലൊക്കേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്ത് ഈ ഒരു ഏരിയ മൊത്തം നമുക്കിങ്ങനെ കാണാം. മണാലി. അപ്പോൾ അവിടെ നമുക്ക് മനുഷ്യചിഹ്നം കൊടുത്ത് നോക്കാം. അവിടെ ആരെങ്കിലും ലൈവിൽ ലൊക്കേഷനിലുള്ള ഏരിയകളൊക്കെ കാണാൻ വേണ്ടി ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഒന്ന് സെലക്ട് ചെയ്യാം. ആ ഒരു ഏരിയ നമ്മൾ കാണാൻ പോവാണിനി. ആ ഒരു ഏരിയയിലൊരു ഒരാൾ വായി നോക്കുന്നുണ്ട്. ഏതായാലും ഒരു പെണ്ണിനെ വായി നോക്കിയിരിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട്. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും.
ആ ഏരിയയിലുള്ള കടകളും ജ്യൂസ് ബാറുകൾ അതേപോലെ എല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ. അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിതിൽ ദിവസങ്ങളോളം ഇരുന്ന് കാണാൻ മാത്രം അതിൽ കാണാനുണ്ട്. നമുക്ക് ഏത് ലൊക്കേഷനാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഏരിയത്തെ പിക്ക് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉള്ള ഏതൊരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഓണാക്കിയതാണ്. ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിലിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ആ ഏരിയൻ്റെ ലൊക്കേഷൻ അവിടെയുള്ള ആൾക്കാർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാരും എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, ഗുഡ് ബൈ.